അല്ല കഴിഞ്ഞില്ല, എക്സാം അല്ലെന്നേ. ഇപ്പൊ കഴിയുണ്ട് പച്ചേ. ഇതൊക്കെ 28 പറ്റൂല കേട്ടോ ഷിയ. ഞാൻ നോക്കി നിങ്ങൾ റീൽസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് നിൽക്കല്ലേ. പിന്നെന്താ, കുറച്ച് സമയം കിട്ടിയില്ലേ? ഇനി എന്ത് ഫോട്ടോ വേണേലും റീൽസ് വേണേലും 28 എടുത്താൽ മതി. പോരി വേറെ നേരെ വെയിത്തേ. അല്ല, കുറെ ദിവസമായാലും നിങ്ങൾ 28 അറിയണേ. നിങ്ങൾ രണ്ടാം കല്യാണം ഒക്കെ കെട്ടുണ്ടോ 28? ഇതെന്തത് ലീക്ക് വീരോ പറഞ്ഞ മാതിരി. മാപ്പിളുടെ രണ്ടാം പെണ്ണിനെ മരോട് നല്ല വിളിക്കല്. മാപ്പിളിന്റെ രണ്ടാം പെണ്ണോ? ആ അതല്ല ഇപ്പൊ പറഞ്ഞത്, ഞാനൊരു പെണ്ണും കൂടി വെട്ടണമെന്ന്. അയ്യടാ, വയസ്സ് പറഞ്ഞ പന്ത്രണ്ട് കൂടി. പ്രത്യേകത അപ്പൊ പൊട്ടന്മാരെ നിങ്ങൾക്ക് ഓർമ്മയില്ല, നമ്മുടെ WCCന്റെ ഗ്രാൻഡ് പ്രോഗ്രാമാണ് നടക്കേണ്ടത് 28. പറഞ്ഞത് ശരിയല്ലേ, ഞാൻ അതൊക്കെ മറന്നേതായാലും. നിങ്ങൾ അറിഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയായ WCC അവാർഡ് പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടക്കുന്നു. കോഴിക്കോട് എവിടെ വെച്ചാലെന്നൊക്കെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കി പറ്റിയ. കോഴിക്കോട് ആസ്പിൻ കോർട്ട്യാർഡിൽ IATS സ്പോൺസർ ചെയ്യുന്ന ഗ്രാൻഡ് ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് ഡിസംബർ 28 നടക്കുന്നു. മീഡിയ പാർട്ണർ ഡാഷ് മീഡിയ. കേരളത്തിലെ പ്രമുഖ എല്ലാ യൂട്യൂബേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളും ഉണ്ടാവും. വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്ന സ്ഥിരം ന്യൂസുകളിൽ ഒന്ന്. ബേസിക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവർ മുതൽ ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് വരെ ഈ ഒരു സ്കാമിൽ പെട്ടുപോയിട്ടുണ്ട്. ലക്ഷങ്ങൾ കൊടുത്ത് വിദേശത്ത് ഒരു ജോലിക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം പേര്. പക്ഷേ ഇന്ന് വിദേശത്ത് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും സേഫ് ആയ പ്രോഗ്രാമാണ് സ്റ്റുഡൻസ് വിസ. 10th കഴിഞ്ഞവർക്ക് മുതൽ പല ഡ്യൂറേഷൻസിൽ പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് ഇന്ന് വേൾഡ് പാസ്പോർട്ട്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ജർമ്മനി, മാൾട്ട, സിംഗപ്പൂർ, മലേഷ്യ, മൗറീഷ്യസ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ യൂറോപ്യൻ ആൻഡ് ഏഷ്യൻ രാജ്യങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി പഠിക്കാനും പഠിച്ചുകൊണ്ട് ഏൺ ചെയ്യാനും വേൾഡ് പാസ്പോർട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇനി വേൾഡ് പാസ്പോർട്ട് പോലെയുള്ള ഒരു ഗ്ലോബൽ പാർട്ണർ കൂടെ ഉള്ളപ്പോൾ ഒരു സ്കാമിന്റെയും ടെൻഷൻ ഇനി വേണ്ട.